അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. മൗത്ത യുദ്ധത്തിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇപ്രകാരം വന്നിരിക്കുന്നു. ഹസ്രത്ത് ഔഫ് ബിൻ മാലിക് അഷ്ജഈ നിവേദനം ചെയ്യുന്നു, ഹസ്രത്ത് സെയ്ദ് ബിൻ ഹാരിസയോടൊപ്പം പുറപ്പെട്ട സംഘത്തിൽ ഞാനും യാത്ര തിരിച്ചു. ഒരു യമനിയെ ഞാൻ കാണാനിടയായി. അയാളുടെ പക്കൽ ഒരു വാള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു മുസ്ലിം ഒട്ടകത്തെ അറുത്തപ്പോൾ ആ വ്യക്തി ഒട്ടകത്തോൽ ആവശ്യപ്പെട്ടു. അത് അയാൾക്ക് നൽകപ്പെട്ടു. അതുകൊണ്ട് അയാൾ ഒരു പരിച പോലെ ഉണ്ടാക്കി ഉപയോഗിച്ചു. തുടർന്ന് പറയുന്നു, ഞങ്ങൾ യാത്ര തുടർന്നു. റോമൻ സൈന്യവുമായി ഞങ്ങൾ ഏറ്റുമുട്ടി. അതിലൊരാൾ തവിട്ടു നിറമുള്ള കുതിരയിലായിരുന്നു സവാരി ചെയ്തിരുന്നത്. അയാളുടെ പക്കൽ തങ്ക നിറമുള്ള ജീനിയും സ്വർണ്ണ നിറമുള്ള ആയുധങ്ങളും ഉണ്ടായിരുന്നു. ആ റോമക്കാരൻ മുസ്ലിങ്ങളെ വെല്ലുവിളിച്ചു. ഒരു പാറയ്ക്കു പിറകിൽ നിന്നും ആ യമനി അയാളുടെ നേരെ കുതിച്ചു വന്നു. ആ ശത്രുവിൻ്റെ കുതിരയുടെ കുളമ്പുകൾ വെട്ടി. യുദ്ധം കൊടുമ്പിരി കൊണ്ടു. റോമക്കാരൻ നിലം പതിച്ചു. അയാൾ വാളുമെന്തി അവൻ്റെ മേലെ കയറിയിരുന്നു. അങ്ങനെ അയാളെ വധിച്ചു. ആ മുസ്ലിം അയാളുടെ കഥ കഴിച്ചു. അയാളുടെ കുതിരയും ആയുധങ്ങളും കൈക്കലാക്കി. അള്ളാഹു മുസ്ലിങ്ങൾക്ക് വിജയം പ്രദാനം ചെയ്തപ്പോൾ ഹസ്രത്ത് ഖാലിദ് ബിൻ വലീദ് ആ മുസ്ലിമിന് സന്ദേശം അയച്ചു. അതായത് റോമക്കാരനെ വധിച്ച വ്യക്തിക്ക് ദൂതയച്ചു അല്പം യുദ്ധം മുതൽ നൽകാൻ ആവശ്യപ്പെടുകയുമുണ്ടായി. അതായത് യുദ്ധം മുതൽ ഏൽപ്പിക്കാൻ ആവശ്യപ്പെട്ടു. ഹസ്രത്ത് ഔഫ് നിവേദനം ചെയ്യുന്നു, ഞാൻ ഹസ്രത്ത് ഖാലിദിൻ്റെ അടുക്കൽ വന്നു. എന്നിട്ട് ഞാൻ ചോദിച്ചു, അള്ളാഹു യുദ്ധമുതലിനെ കുറിച്ച്, അതായത് വധിക്കപ്പെട്ടവൻ്റെ യുദ്ധമുതലിനെ കുറിച്ച് കൽപ്പിച്ചത് എന്താണെന്ന് താങ്കൾക്ക് അറിയുമോ? ഖാലിദ് ബിൻ വലീദ് അടുത്ത കാലത്ത് മുസ്ലിം ആയതായിരുന്നു. അതുകൊണ്ട് ഘാതകനാണ് യുദ്ധമുതലെന്ന് കൽപ്പിച്ച കാര്യം അള്ളാഹുവിൻ്റെ കൽപ്പന അദ്ദേഹത്തിന് അറിയില്ല എന്ന് ഔഫ് കരുതി. അതായത് ശത്രുവിനെ വധിച്ച വ്യക്തിക്കായിരിക്കും വധിക്കപ്പെട്ടവൻ്റെ സാധനങ്ങൾക്ക് അവകാശമുണ്ടാകുക. ഖാലിദ് ബിൻ വലീദ് പറഞ്ഞു, അതെ എനിക്കറിയാം, എന്നാൽ ഞാൻ ആ മുതൽ കൂടുതലാണെന്ന് കരുതി. അതായത് അയാൾ കൈവശം വെച്ചത് അയാൾക്ക് അവകാശപ്പെട്ടതിലും അധികമാണെന്ന് ധരിച്ചു. അപ്പോൾ ഔഫ് പറഞ്ഞു, ആ സാധനങ്ങൾ അയാൾക്ക് തിരികെ നൽകിയാലും, അല്ലാത്ത പക്ഷം ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കാര്യം ബോധിപ്പിക്കുന്നതായിരിക്കും. എന്നാൽ ഹസ്രത്ത് ഖാലിദ് സാധനങ്ങൾ തിരിച്ചേൽപ്പിക്കാൻ കൂട്ടാക്കിയില്ല. അപ്പോൾ ഹസ്രത്ത് ഔഫ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇക്കാര്യം നമുക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമക്ഷം ബോധിപ്പിക്കാം. ഞങ്ങൾ ഹാജരായി. ഞാൻ ആ വ്യക്തിയുടെ സംഭവവും ഹസ്രത്ത് ഖാലിദിൻ്റെ പെരുമാറ്റവും അവിടെ ബോധിപ്പിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് ഖാലിദിനോട് തിരക്കി, താങ്കൾ എന്താണ് ചെയ്തത്? അദ്ദേഹം പ്രതിവദിച്ചു, ഞാൻ അതിനെ അധിക മുതലായി മനസ്സിലാക്കി. അതായത് ആവശ്യത്തിലധികം അദ്ദേഹം കൈവശം വെച്ചതായി തോന്നിയത് കൊണ്ട് അതിൽ നിന്നും അല്പം ഞാൻ തിരികെ വാങ്ങിയതാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരവിട്ടു, അവനോട് വാങ്ങിയതെല്ലാം തന്നെ തിരിച്ചേൽപ്പിക്കുക. ഹസ്രത്ത് ഔഫ് പറയുന്നു, ഞാൻ പറഞ്ഞു, ഖാലിദേ, ഇനി എങ്ങനെ വാങ്ങിക്കും? അതായത് ഇനി അത് താങ്കൾക്ക് എങ്ങനെ വാങ്ങിക്കാൻ സാധിക്കും? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിധി പുറപ്പെട്ടിരിക്കുന്നു.
അത് മടക്കി ഏൽപ്പിക്കുക. ഞാൻ താങ്കളോട് അപ്പോഴേ കൊടുക്കാൻ പറഞ്ഞതല്ലേ. എന്തായാലും ഹസരത്ത് ഖാലിദിനോട് ഹസരത്ത് ഔഫ് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കവേ അത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കാനിടയായി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാഞ്ഞു, എന്തു പറ്റി, എന്താണ് നടക്കുന്നത്? പറയുന്നു, ഞാൻ അപ്പോൾ നടന്നതെല്ലാം വിശദമായി വിവരിച്ചു. ആദ്യം അദ്ദേഹം മുഴുവൻ സംഭവങ്ങളും വിവരിച്ചിരുന്നില്ല. ഞാൻ അദ്ദേഹത്തോട് അപ്പോൾ തന്നെ വാങ്ങി തിരിച്ചേൽപ്പിക്കാൻ പറഞ്ഞതായിരുന്നു എന്നും അതിന് അദ്ദേഹം കൂട്ടാക്കിയിരുന്നില്ലെന്നും അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം പറഞ്ഞു. അത് കേട്ടതും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നീരസപ്പെട്ടു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലയോ ഖാലിദ്, അയാൾക്ക് മുഴുവൻ സാധനങ്ങളും തിരിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ല. അതായത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം എല്ലാം തിരിച്ചു കൊടുക്കാൻ പറഞ്ഞതായിരുന്നു, എന്നാൽ ഇപ്പോൾ അത് തിരിച്ചേൽപ്പിക്കേണ്ടതില്ല എന്ന് വ്യക്തമാക്കുകയുണ്ടായി. തുടർന്ന് തർബിയത്ത് എന്ന നിലയിൽ ശിക്ഷണത്തിന് വേണ്ടി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം ഉപദേശിച്ചു. എൻ്റെ അമീറുമാരോട് ഇങ്ങനെയാണോ നിങ്ങൾ പെരുമാറുന്നത്? കാര്യങ്ങളുടെ നല്ല വശം നിങ്ങൾ കൈവശം വയ്ക്കുകയും ചീത്ത വശം അവർക്ക്, അമീർമാർക്ക് നൽകുകയും ചെയ്യുവാനാണോ നിങ്ങളുടെ തീരുമാനം? അതായത് നിങ്ങൾക്ക് ഒരാൾ അമീറായി നിശ്ചയിക്കപ്പെട്ടാൽ ആ വ്യക്തിയോട് നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ തീരുമാനമാണ് ശരിയെന്നോ ഉത്തമവും പരിശുദ്ധവുമായ ഭാഗം നിങ്ങൾ അവകാശപ്പെടുകയും അമീറുമാർക്കായി മോശം വശം നീക്കിവെക്കുകയുമോ? ഇത് വലിയ തെറ്റാകുന്നു. ഇക്കാര്യം ഇപ്പോഴാണ് താങ്കൾ എന്നോട് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ എൻ്റെ ആദ്യ കൽപ്പന പിൻവലിക്കുന്നു. ഖാലിദ് ചെയ്തതാണ് അതിൻ്റെ ശരി. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമീറുമാരുടെ അന്തസ്സ് നിലനിർത്തി, ഭരണകർത്താക്കളുടെ അന്തസ്സ് മാനിച്ചു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അമീറിനെ അധിക്ഷേപിച്ചുകൊണ്ട് അവർ ചെയ്തത് തെറ്റാണെന്ന് പറയുന്നു. അതിനാൽ ഞാൻ എൻ്റെ മുമ്പത്തെ ഉത്തരവ് റദ്ദാക്കുന്നു. ഹദ്രത്ത് ജാബിറിൽ നിന്നും നിവേദനം, മൗത്താ യുദ്ധത്തിൽ ചില മുസ്ലിങ്ങൾ ഷഹീദാകുകയുണ്ടായി. മുസ്ലിങ്ങൾക്ക് യുദ്ധമുതലായി മുശ്രിക്കീങ്ങളുടെ ചില സ്വത്തുക്കൾ ലഭിച്ചു. അക്കൂട്ടത്തിൽ ഒരു മോതിരവും ഉണ്ടായിരുന്നു. ഒരു വ്യക്തി അത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സമക്ഷം സമർപ്പിച്ചു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ആ മോതിരം ഹുസൂർ സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് നൽകിയിരിക്കുന്നു. ഹദ്രത്ത് ഖുസൈമ ബിൻ സാബിത്ത് വിവരിക്കുന്നു, ഞാൻ മൗത്താ യുദ്ധത്തിൽ പങ്കെടുത്തു. ഒരു റോമക്കാരൻ എന്നോട് ദ്വന്ദ്വയുദ്ധത്തിന് വന്നു. ഞാൻ അയാളുടെ കഥ കഴിച്ചു. അയാൾ ഒരു അങ്കത്തൊപ്പി അണിഞ്ഞിരുന്നു. അതിൽ മാണിക്യങ്ങൾ പതിച്ചിരുന്നു. ഞാൻ ലക്ഷ്യമിട്ടത് ആ മാണിക്യങ്ങളായിരുന്നു. ഞാൻ അവ കൈവശപ്പെടുത്തി. ഞാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമക്ഷം ഹാജരായപ്പോൾ ആ മാണിക്യങ്ങൾ കാണിക്കയായി വച്ചു. അവ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്കു തന്നെ കനിഞ്ഞരുളി. പറയുന്നു, ഞാൻ ഹസ്രത്ത് ഉസ്മാൻ ഖനി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കാലത്ത് അവ 1000 ദീനാറിന് വിൽക്കുകയുണ്ടായി. ഞാൻ അതുകൊണ്ട് ഒരു ഭൂമി വാങ്ങി. അല്ലാമ ഇബ്നു കസീർ എഴുതുന്നു, ഈ നിവേദനങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് മുസ്ലിങ്ങൾക്ക് യുദ്ധം മുതലും ആർജിക്കാനായി എന്നാണ്, അല്ലാതെ പരാജയം നേരിട്ടല്ല എന്നാണ്. സമരാർജിത സ്വത്തുക്കളും കിട്ടി. പരാജയത്തിൻ്റെ ചോദ്യം തന്നെ അവിടെ ഉദിക്കുന്നില്ല. അവർ മടങ്ങി വന്നത് ഒരു സൈനിക തന്ത്രത്തിൻ്റെ ഭാഗമായിരുന്നു. എന്തായാലും വിവരിക്കുന്നു, അവർ ശത്രു പ്രമാണികളുടെ സ്വത്തുക്കൾ കീഴടക്കി അവരുടെ നേതാക്കളെ വകവരുത്തി. ഹദ്രത്ത് ഖാലിദ് ബിൻ വലീദ് വിവരിക്കുന്നു, മൗത്താ ദിവസം എൻ്റെ കയ്യിൽ നിന്നും 9 വാളുകൾ പൊട്ടുകയുണ്ടായി. ഒരു വീതിയുള്ള യമനി വാൾ മാത്രമേ ബാക്കിയായുള്ളൂ. അത്രമാത്രം യുദ്ധം ചെയ്തു. അല്ലാമ മുഹമ്മദ് ബിൻ യൂസുഫ് നിവേദനം ചെയ്യുന്നു, ഈ നിവേദനത്തിൽ നിന്ന് വ്യക്തമാകുന്നത് മുസ്ലിങ്ങൾ മുശ്രിക്കീങ്ങളെ വ്യാപകമായ നിലയിൽ കൊന്നൊടുക്കിയെന്നാണ്. അല്ലാതെ മുശ്രിക്കീങ്ങളിൽ നിന്നും വേറെ രക്ഷയുണ്ടായിരുന്നില്ല. കാരണം മുസ്ലിങ്ങളുടെ അംഗബലം 3000-ഉം മുശ്രിക്കീങ്ങളുടെ സേനാബലം 2,00,000-ത്തിലധികവുമായിരുന്നു. മുസ്ലിങ്ങളുടെ മേധാവിത്വത്തിന് ഇതൊന്നു തന്നെ ശക്തമായ തെളിവാണ്. വല്ലാഹു ആലം. ഇബ്നു ഇസ്ഹാഖിൽ നിന്ന് നിവേദനം, ഹദരത്ത് ഖുത്ബ ബിൻ ഖതാദ മുസ്ലിങ്ങളുടെ വലതുപക്ഷത്തിൻ്റെ സാരഥിയായിരുന്നു. അദ്ദേഹം മാലിക് ബിൻ റാഫിലേക്കുമേൽ ആക്രമണം നടത്തി. അയാൾ ക്രിസ്തീയ ബദവികളുടെ ഗ്രാമീണരുടെ നേതാവായിരുന്നു. അദ്ദേഹം അയാളെ വധിച്ചു. ഇക്കാര്യത്തെ പ്രൗഢിയോടെ കുത്തുബ ഒരു അറബി കവിതയിൽ ഇപ്രകാരം വിവരിക്കുന്നു, ഞാൻ റാഫില ബിൻ അറാഷിൻ്റെ മകന് നേരെ കുന്തം വലിച്ചെറിഞ്ഞു. അയാളുടെ ശരീരത്തിൽ അത് ആഴ്ന്നിറങ്ങി അതിൻ്റെ മുനയൊടിഞ്ഞു. ഞാൻ അയാളുടെ കഴുത്തിൽ ശക്തമായി പ്രഹരിച്ചപ്പോൾ മുള്ളുമരമായ സലമിൻ്റെ കൊമ്പ് കുനിയുന്നത് പോലെ അയാൾ ചെരിഞ്ഞു വീണു. ഞങ്ങൾ ആടുമാടുകളെ തെളിച്ചു കൊണ്ടുവരുന്നത് പോലെ അവരുടെ പിതൃവ്യപുത്രന്മാരുടെ ഭാര്യമാരെ തെളിച്ചു കൊണ്ടുവന്നു. ഹദരത്ത് അസ്മ ബിൻ അമീസ് നിവേദനം ചെയ്യുന്നു, ഹദരത്ത് ജാഫറും കൂട്ടരും ഷഹീദായ ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ വീട്ടിലേക്ക് ആഗതരായി.
അവിടുന്ന് പറഞ്ഞു, എൻ്റെ അടുത്തേക്ക് ജാഫറിൻ്റെ മക്കളെ കൊണ്ടുവരിക. ഞാൻ അവരെ തിരുസമക്ഷം ഹാജരാക്കി. അവിടുന്ന് അവരെ തന്നോട് ചേർത്ത് പിടിച്ചു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുകൾ ഈറനണിഞ്ഞു. ഞാൻ ഉണർത്തി, അല്ലയോ ദേവദൂതരെ, എൻ്റെ മാതാപിതാക്കൾ അങ്ങേക്ക് തെണ്ടമാകട്ടെ. അങ്ങ് എന്തിനാണ് കരയുന്നത്? അങ്ങേക്ക് ജാഫറിനെയും കൂട്ടരെയും കുറിച്ച് വല്ല വിവരം ലഭിച്ചുവോ? തിരുദൂതർ അറിയിച്ചു, അതെ, ഇന്ന് അവരുടെ ശിരസ്സുകൾ ഷഹാദത്തിൻ്റെ കിരീടത്താൽ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു. അവർ പറഞ്ഞു, ഞാൻ എഴുന്നേറ്റ് കരയാൻ തുടങ്ങി. സ്ത്രീകൾ എനിക്ക് ചുറ്റും തടിച്ചുകൂടി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ധർമ്മപത്നിമാരുടെ അടുത്തേക്ക് എഴുന്നള്ളി. അവിടുന്ന് അരുളി ചെയ്തു, ജാഫറിൻ്റെ കുടുംബത്തെ ഇന്ന് നിങ്ങൾ ശ്രദ്ധിക്കാതിരിക്കരുത്. അവർക്കായി ഭക്ഷണം തയ്യാറാക്കുക. അവരുടെ ഭർത്താക്കന്മാരുടെ മരണം അവരെ ഇന്ന് വ്യാപൃതരാക്കിയിരിക്കുന്നു. അതായത് ഇന്ന് അവരുടെ ഭവനങ്ങളിലേക്ക് ഭക്ഷണം എത്തിക്കാൻ ജനങ്ങളെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുകയുണ്ടായി. ഹസ്രത്ത് അനസ് നിവേദനം ചെയ്യുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിലേക്ക് കയറി, പ്രസംഗപീഠത്തിലേക്ക് കയറി. ഹസ്രത്ത് സയ്യിദ്, ഹസ്രത്ത് ജാഫർ ഇബ്ൻ റവാഹ എന്നിവരുടെ രക്തസാക്ഷിത്വത്തെക്കുറിച്ച് അറിവ് നൽകി. അന്നായിരുന്നു അവർ ഷഹീദായത്. എന്നാൽ ബാഹ്യമായ നിലയിൽ അവരുടെ ഷഹാദത്തിൻ്റെ വാർത്ത അവിടെ ലഭിച്ചിരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറഞ്ഞു, ഇതാ ഇപ്പോൾ ഹസ്രത്ത് സയ്യിദ് ഇസ്ലാമിൻ്റെ പതാക ഉയർത്തിയിരിക്കുന്നു. അക്കാര്യം പറയുമ്പോൾ അദ്ദേഹം ഷഹീദായിരുന്നു. എന്നിട്ട് പറഞ്ഞു, അദ്ദേഹം ഷഹീദായിരിക്കുന്നു. തുടർന്ന് ഹസ്രത്ത് ജാഫർ ഇസ്ലാമിൻ്റെ ധ്വജം വഹിച്ചിരിക്കുന്നു. അദ്ദേഹം വീരചരമം പ്രാപിച്ചു. ശേഷം ഇസ്ലാമിൻ്റെ വെന്നിക്കൊടി ഹസ്രത്ത് അബ്ദുള്ള ഏന്തിയിരിക്കുന്നു. അദ്ദേഹം രക്തസാക്ഷിത്വം വരിച്ചിരിക്കുന്നു. അവിടുന്ന് കണ്ണീർ വാർക്കുന്നുണ്ടായിരുന്നു. ഇതാ ഇസ്ലാമിൻ്റെ പതാക അള്ളാഹുവിൻ്റെ വാളുകളിൽ ഒരു വാളായ ഹസ്രത്ത് ഖാലിദ് ഉയർത്തിയിരിക്കുന്നു. അള്ളാഹു മുസ്ലിങ്ങൾക്ക് വിജയം പ്രദാനം ചെയ്തിരിക്കുന്നു. ഒരു നിവേദനം ഇപ്രകാരമാണ്, ഹസ്രത്ത് യാല ബിൻ ഉമയ്യ മൗത്തക്കാരുടെ വാർത്തയുമായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമക്ഷം ഹാജരായി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിച്ചു, താങ്കൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ താങ്കൾ എനിക്ക് പറഞ്ഞു തരിക. ഇനി താങ്കൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഞാൻ താങ്കൾക്ക് അവരെക്കുറിച്ച് പറഞ്ഞു തരാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്കും അള്ളാഹു ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. ആദ്യം താങ്കൾ പറയുന്ന അതോ വൃത്താന്തം ഞാൻ അറിയിച്ചു തന്നാൽ മതിയോ? അദ്ദേഹം പറഞ്ഞു, അല്ലയോ അള്ളാഹുവിൻ്റെ റസൂലരെ, താങ്കൾ എനിക്ക് പറഞ്ഞു തന്നാലും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് എല്ലാ സംഭവവികാസങ്ങളും വിവരിച്ചു കൊടുത്തു. അദ്ദേഹം പ്രതിവചിച്ചു, താങ്കളെ സത്യപൂർണമായി അയച്ച ദൈവത്താണ് സത്യം. താങ്കൾ നടന്ന സംഭവങ്ങൾ ഒരക്ഷരം വിടാതെ അതേപടി വിവരിച്ചിരിക്കുന്നു. തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു എനിക്കായി ഭൂമിയെ ഉയർത്തുകയുണ്ടായി. അങ്ങനെ ഞാൻ അവരുടെ യുദ്ധത്തിന് നേർസാക്ഷ്യം വഹിച്ചു. ഞാൻ അവരെ സ്വപ്നത്തിൽ ഇപ്രകാരം കണ്ടു. അവർ സ്വർണ്ണ മെത്തകളിലായിരുന്നു. ഞാൻ ഹദ്റത്ത് അബ്ദുള്ള ബിൻ റവാഹയുടെ മെത്ത അല്പം വളവോട് കൂടിയതായി കണ്ടു. അതിൻ്റെ കാരണം ഞാൻ അന്വേഷിച്ചപ്പോൾ എന്നോട് പറയപ്പെട്ടു. മറ്റു രണ്ടുപേരും നേരെ യുദ്ധത്തിലേക്ക് കുതിച്ചു കയറി. എന്നാൽ ഹദ്റത്ത് അബ്ദുള്ള ആദ്യം അല്പം ആശയക്കുഴപ്പത്തിലായിരുന്നു, പിന്നെ മുന്നോട്ട് കുതിച്ചു. അദ്ദേഹം തൻ്റെ സംശയാവസ്ഥയെക്കുറിച്ച് മുൻ ഖുതുബയിൽ ഞാൻ പറയുകയുണ്ടായി. അദ്ദേഹം സ്വയം തന്നെ ഇപ്രകാരം വെളിപ്പെടുത്തിയിരുന്നു, അതായത് ഞാൻ ആദ്യം യുദ്ധം ചെയ്യണ്ട എന്ന് കരുതി മടിച്ചു നിന്നു എന്ന്. ഒരു നിവേദനം ഇപ്രകാരമാണ്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജാഫർ, സയ്യിദ് ഇബ്ൻ റവാഹ എന്നിവരെ എനിക്ക് കാണിക്കപ്പെട്ടു. അവർ മുത്തുകൾ പതിപ്പിച്ച കൂടാരത്തിലായിരുന്നു. ഹദ്റത്ത് സയ്യിദിനെയും ഇബ്ൻ റവാഹയുടെയും കഴുത്തിൽ അല്പം വളവുള്ളതായി ഞാൻ കാണുകയുണ്ടായി. കൂനുപോലെ തോന്നി. ഹദ്റത്ത് ജാഫറിൻ്റെ കഴുത്ത് നേരെയായിരുന്നു. പറയപ്പെട്ടു, ഇവർ ഇരുവർക്കും മേൽ മരണം നിഴലിച്ചപ്പോൾ, മരണസമയം എടുത്തപ്പോൾ ഇവർ അതിനെ വിമർശിക്കുകയുണ്ടായി. അതായത് അവരതിൽ വൈമനസ്യം കാണിച്ചു. എന്നാൽ ഹദ്റത്ത് ജാഫർ അങ്ങനെ ചെയ്തില്ല. അള്ളാഹു അദ്ദേഹത്തിന് കൈകൾക്ക് പകരം 2 ചിറകുകൾ പ്രദാനം ചെയ്തു. അവയുമായി ഹദ്റത്ത് ജാഫർ സ്വർഗത്തിൽ തനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് വിഹരിക്കുമായിരുന്നു. ഒരു നിവേദനത്തിൽ ഇപ്രകാരം വന്നിരിക്കുന്നു, ഹദ്റത്ത് അബ്ദുള്ള ബിൻ ഉമർ ഹദ്റത്ത് ജാഫറിൻ്റെ മകൻ അബ്ദുല്ലാഹിന് സലാം ചൊല്ലുമ്പോൾ പറയുമായിരുന്നു, അസ്സലാമു അലൈക യാ ഇബ്ൻ സിൽ ജിനാഹൈൻ, അതായത് അല്ലയോ ഇരു ചിറകുള്ളവൻ്റെ മകനെ, നിനക്കുമേൽ ദൈവത്തിൻ്റെ സമാധാനം രക്ഷയും. ഹദ്റത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു ചില വിഷയങ്ങൾ വിശദീകരിക്കുന്ന ഇടത്ത് ഈ കാര്യം ഇപ്രകാരം വിവരിക്കുകയുണ്ടായി. ചില സങ്കീർണമായ മസലകൾ, വിഷയങ്ങൾ ചിലർക്ക് മനസ്സിലാകും, ചിലർക്ക് മനസ്സിലാകില്ല. അറിവുള്ളവർ മറ്റുള്ളവർക്ക് ഈ വിഷയങ്ങൾ മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. ചിലപ്പോൾ ഈ പറഞ്ഞ കൂട്ടർ സ്വയം വിചിന്തനം നടത്താത്ത കാരണത്താലായിരിക്കും മനസ്സിലാകാത്തത്. അല്ലെങ്കിൽ അവരുടെ ഹൃദയം ഏതെങ്കിലും പാപഭാരത്താൽ ദൈവാനുഗ്രഹം സ്വാംശീകരിക്കാൻ പ്രാപ്തമല്ല എന്നും വരാം.
ഇത്തരത്തിലുള്ള സങ്കീർണ മസലകൾ രണ്ടു തരത്തിലാണ് പൊതുവെ ഉണ്ടാകാറുള്ളത്. ഒന്ന്, സൂക്ഷ്മ ദർശനങ്ങൾ ഉൾക്കൊള്ളുന്ന വൈജ്ഞാനിക വിഷയങ്ങൾ. ഉദാഹരണം തൗഹീദ്. അള്ളാഹു ഏകനാണെന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് വരാം. എന്നാൽ മനുഷ്യൻ്റെ സകല കർമ്മങ്ങളിലും അള്ളാഹുവിൻ്റെ ഏകത്വം എങ്ങനെ സ്വാധീനം ചെലുത്തുന്നുവെന്നും സൂഫി ചിന്താധാരയുടെ സൂക്ഷ്മ തലങ്ങൾ എങ്ങനെ മനസ്സിലാക്കാൻ ദൈവപരിജ്ഞാനിയുടെ ആരിഫിൻ്റെ ആവശ്യമുണ്ട്. ഈ മസലകൾ, മതപ്രശ്നങ്ങൾ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഒരു പണ്ഡിതൻ്റെ ആവശ്യമുണ്ട്. എല്ലാവർക്കും അതിൻ്റെ ഗഹനതയിലേക്ക്, ആഴത്തിലേക്കും പരപ്പിലേക്കും എത്താനാകില്ല. ഖുർആൻ മറ്റൊരു ദൈവത്തെ അംഗീകരിക്കുന്നില്ലെന്ന് മനസ്സിലാക്കാനാകും. കാരണം അള്ളാഹു ഏകനാണെന്ന് ഖുർആൻ തന്നെ പ്രസ്താവിക്കുന്നുണ്ട്. രണ്ടാമത്തെ സങ്കീർണത അർത്ഥവിവക്ഷയെ സംബന്ധിച്ചുള്ളതാണ്. അവ വൈജ്ഞാനികമായിരിക്കില്ലെങ്കിലും ആലങ്കാരിക പ്രയോഗങ്ങൾ, രൂപകങ്ങൾ എന്നൊക്കെ പറയുന്ന ഭാഷയിലായിരിക്കും അവ വിവരിക്കുക. ചിലവ വൈജ്ഞാനിക ചർച്ചകളായിരിക്കില്ല. ചില സുപ്രധാന വാചകങ്ങൾ ശൈലി പ്രയോഗങ്ങളായിരിക്കും. അവ പറയുമ്പോൾ ആളുകൾ മനസ്സിലാകാതെ വിപരീതാർത്ഥം നൽകാൻ തുടങ്ങും. മുസ്ലിം മൗദ് പറയുന്നു, സാധാരണക്കാർക്ക് അത്തരം ഭാഷ പരിചിതമല്ലാത്തതിനാൽ അവർ വസ്തുതാവിരുദ്ധമായ അർത്ഥകൽപ്പനകൾ അവയ്ക്ക് നൽകുന്നു. അതിനൊരു ഉദാഹരണമായി അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തെ ഒരു സംഭവത്തെ ഉദ്ധരിക്കുന്നു. പറയുന്നു, ഷാമിലേക്കുള്ള യുദ്ധനീക്കത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദരത്ത് സെയ്ദിനെ സൈനാധിപനായി നിശ്ചയിച്ചു. എന്നിട്ട് പറഞ്ഞു, സെയ്ദ് വധിക്കപ്പെട്ടാൽ ജാഫർ ബിൻ അബി താലിബ് സൈന്യത്തെ നയിക്കുന്നതാണ്. അദ്ദേഹം വധിക്കപ്പെട്ടാൽ അബ്ദുള്ള ബിൻ റവാഹ യുദ്ധ നേതൃത്വം വഹിക്കുന്നതാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ക്രമത്തിൽ തന്നെ സംഭവിച്ചു. ഹദരത്ത് സെയ്ദ്, ഹദരത്ത് ജാഫർ, ഹദരത്ത് അബ്ദുള്ള എന്നീ 3 പേരും ഷഹീദായി. ഹദരത്ത് ഖാലിദ് ബിൻ വലീദ് സൈന്യത്തെ നയിച്ചുകൊണ്ട് സുരക്ഷയോടെ തിരികെ കൊണ്ടുവന്നു. ഈ വാർത്ത മദീനയിലെത്തിയപ്പോൾ ഭർത്താക്കന്മാർ മരിച്ച സ്ത്രീകളും മക്കൾ മരണപ്പെട്ട മാതാപിതാക്കളും ശരീഅത്ത് അനുവദിച്ച മുറയ്ക്ക് മരണവിലാപം നടത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുഃഖപ്രകടനത്തിനായി ഇപ്രകാരം പറഞ്ഞു, ജാഫറിനെ ഓർത്ത് ആരും വിലപിക്കുന്നില്ലല്ലോ. തിരുദൂതർ ഉദ്ദേശിച്ചത് സ്ത്രീകൾ ഒത്തുകൂടി ദീനരോധനം നടത്തുക എന്നായിരുന്നില്ല. മറിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബന്ധുക്കൾ ഹദരത്ത് ജാഫറിൻ്റെ മരണത്തിൽ ആരും ഖേദം പ്രകടിപ്പിക്കുന്നില്ല എന്നായിരുന്നു. ഹദരത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും തന്നെ ജാഫറിന് വേണ്ടി ആരെങ്കിലും കരയണമെന്നല്ല ഉദ്ദേശിച്ചത്. മറിച്ച് ഉദ്ദേശിച്ചത് ഇത്രമാത്രമായിരുന്നു, ഞങ്ങളുടെ സഹോദരനും ഈ യുദ്ധത്തിൽ ജീവൻ വെടിഞ്ഞില്ലേ, എന്നിട്ട് ഞങ്ങൾ വിലപിക്കാത്തത് കൊണ്ട് നിങ്ങളും ക്ഷമ കൈക്കൊള്ളുകയാണ് വേണ്ടത് എന്നാണ്. ഇതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കാൻ ഉദ്ദേശിച്ച കാര്യം. കാരണം ഹദ്രത്ത് ജാഫറിൻ്റെ ഉറ്റവരെന്നും ഉടയവരെന്നും പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഹദ്രത്ത് അലി റളിയല്ലാഹു അൻഹുമായിരുന്നു. അവർ സമൂഹത്തിൽ ഉന്നത സ്ഥാനീയരായതുകൊണ്ട് അവർക്ക് നിലവിളിക്കാൻ വകയില്ലായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും അലമുറ കൂട്ടാനാകുമായിരുന്നില്ല. ഹദ്രത്ത് അലിയുടെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. അവർക്ക് കാര്യം ശരിയായി മനസ്സിലായിട്ടുണ്ടായിരുന്നു, കാര്യഗ്രാഹ്യമുണ്ടായിരുന്നു. ആയതിനാൽ ഒരുപക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജാഫറിന് വേണ്ടി വിലപിക്കാൻ ആരുമില്ലല്ലോ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിച്ചത് എൻ്റെ സഹോദരൻ ജാഫറിൻ്റെ വിയോഗത്തിൽ ഞാൻ വിലപിക്കുന്നില്ലല്ലോ എന്ന കാര്യം വ്യക്തമാക്കുകയായിരുന്നു. അൻസാറുകൾ ഇക്കാര്യം കേട്ടപ്പോൾ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ വാക്കുകളും പൂർത്തിയാക്കാൻ വളരെ ആവേശമുള്ളവരായതിനാൽ അവർ തങ്ങളുടെ വീടുകളിൽ ചെന്ന് സ്ത്രീകളോട് പറഞ്ഞു, ഇവിടെ കിടന്ന് അലമുറ കൂട്ടാതെ ജാഫറിൻ്റെ വീട്ടിൽ പോയി കരയുക. അങ്ങനെ എല്ലാ സ്ത്രീകളും കൂട്ടമായി ഹദ്രത്ത് ജാഫറിൻ്റെ വീട്ടിലൊത്തുകൂടി. എല്ലാവരും കൂടി കൂട്ട നിലവിളിയായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ശബ്ദം കേട്ട് പുറത്തിറങ്ങിയപ്പോൾ ചോദിച്ചു, എന്താണ് കാര്യം? അൻസാർ പറഞ്ഞു, യാ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങ് പറഞ്ഞിരുന്നില്ലേ ജാഫറിനെ കുറിച്ചോർത്ത് വിലപിക്കാൻ ആരുമില്ലെന്ന്. അതുകൊണ്ട് ഞങ്ങൾ ജാഫറിൻ്റെ വീട്ടിലേക്ക് ഞങ്ങളുടെ സ്ത്രീകളെ പറഞ്ഞയച്ചു. അവരവിടെ വാവിട്ട് നിലവിളിക്കുകയാണ്. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, ഒന്ന് പോയി അവരോട് നിർത്താൻ പറയൂ. ഞാൻ ഉദ്ദേശിച്ചത് ഞങ്ങൾക്കറിയുന്നില്ലല്ലോ, അതുകൊണ്ട് നിങ്ങളും സഹനം കൈക്കൊള്ളുക എന്നാണ്. അങ്ങനെ ഒരാൾ അവിടെ ചെന്ന് അവരെ വിലക്കുകയുണ്ടായി. അപ്പോൾ അവർ തിരിച്ചു ചോദിച്ചു, ഞങ്ങളെ തടയാൻ താങ്കൾ ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന് വളരെ വിഷമത്തോടെ ഞങ്ങളോട് പറഞ്ഞത് ജാഫറിന് വേണ്ടി ദീനരോധനം നടത്താൻ ആരുമില്ല എന്നാണ്. പിന്നെ താങ്കൾ എന്തിനാണ് ഞങ്ങളെ അതിൽ നിന്നും വിലക്കുന്നത്? അയാൾ അത് കേട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് മടങ്ങി വന്നു.
ഹദരത്ത് മുസ്ലിം റളിയല്ലാഹു പറയുന്നു, ചിലരുണ്ട് എന്ത് നിസ്സാര സംഗതി കിട്ടിയാലും കേട്ട പാതി കേൾക്കാത്ത പാതി മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വളരെ താല്പര്യമാണ് അവർക്ക്. ആ മറുപടി കേട്ടപ്പോൾ അയാൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചെന്നു കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ട് അവർ കേൾക്കുന്നില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവരുടെ തലയിൽ മണ്ണിടുക. ഇതൊരു പ്രയോഗമാണ്. ഇനി ഒന്നും പറയേണ്ട, അവരെ പാട്ടിന് വിടുക, സ്വയം മതിയാക്കി അവർ നിർത്തിക്കോളും എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ അത് കേട്ടതും അയാൾ തൻ്റെ പുതപ്പിൽ മണ്ണ് ശേഖരിക്കാൻ തുടങ്ങി. അയാൾ അക്ഷരാർത്ഥത്തിൽ അത് ചെയ്യാൻ ഒരുമ്പിട്ടു. എന്നിട്ട് ആ സ്ത്രീകളുടെ തലയിൽ മണ്ണ് വിതറാൻ തുടങ്ങി. അവർ അയാളോട് ചോദിച്ചു, നിനക്കെന്താ ഭ്രാന്തുണ്ടോ? എന്താണ് ഇത് ചെയ്യുന്നത്? അയാൾ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മണ്ണിടാൻ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ എന്തായാലും മണ്ണിടുന്നതാണ്. അതൊരു ആലങ്കാരിക ഭാഷയാണ്. അതിനെ അയാൾ ബാഹ്യാർത്ഥത്തിലെടുത്തു. ഇക്കാര്യം ഹദരത്ത് ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് അറിയാനിടയായി. അപ്പോൾ ഹദരത്ത് ആയിഷ അയാളെ ശകാരിച്ചു കൊണ്ട് പറഞ്ഞു, നിനക്ക് കാര്യം പിടികിട്ടിയിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചത് ഇനി അവരുടെ കാര്യം വിട്ടേക്ക്, അവർ സ്വയം നിർത്തിക്കൊള്ളുമെന്നാണ്, അല്ലാതെ നിന്നോട് ചെന്ന് മണ്ണിടാൻ പറഞ്ഞതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആലങ്കാരിക ഭാഷയിലാണ് സംസാരിച്ചത്. എന്നാൽ അയാൾ ശരിക്കും മണ്ണിടാൻ ഒരുമ്പിട്ടിറങ്ങി. അതുകൊണ്ട് ചിലപ്പോൾ ചിലർ ആലങ്കാരിക പ്രയോഗങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കാറില്ല. ഇവിടെ തന്നെ നോക്കൂ, ഒരു പുരുഷന് കാര്യം പിടികിട്ടിയില്ല. കാരണം അതിന് മാത്രം അയാൾക്ക് ബുദ്ധി ഉണ്ടായിരുന്നില്ല. എന്നാൽ ഹസരത്ത് ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് കാര്യം മനസ്സിലായി. ചിലപ്പോൾ അക്ഷരാർത്ഥം സ്വീകരിച്ച് യാഥാർത്ഥ്യത്തിന് ഘടകവിരുദ്ധമായി പ്രവർത്തിക്കുന്നവരുമുണ്ട്. അങ്ങനെ സംഗതി തന്നെ കൈവിട്ടു പോകും. ഈ സംഭവത്തിൽ നിന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്വഹാബത്തിൻ്റെ സ്നേഹവും പ്രകടമാകുന്നുണ്ട്. മറ്റൊരിടത്ത് ഹദരത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു ഇതേ സംഭവം വിവരിച്ച ശേഷം ഇപ്രകാരം പറയുന്നു, സ്വഹാബാക്കൾ മരണവിലാപം നടത്താനായി തങ്ങളുടെ സ്ത്രീകളെ ഹദരത്ത് ജാഫറിൻ്റെ വീട്ടിലേക്ക് അയച്ച സംഭവത്തിൽ നിന്നും അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുണ്ടായിരുന്ന അനുരക്തിയെക്കുറിച്ച് സ്പഷ്ടമാകുന്നുണ്ട്. അക്കാരണത്താൽ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ കൊണ്ടുള്ള വിവക്ഷ മനസ്സിലാക്കാൻ നിൽക്കാതെ ഉടനടി സ്ത്രീകളോട് ചെന്ന് പറഞ്ഞു, നിങ്ങൾ സ്വന്തം ദുഃഖം മറന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുഃഖത്തിൽ പങ്കാളികളാകുക. ഇതിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാകും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവരുടെ ഹൃദയങ്ങൾ എത്രമാത്രം സ്നേഹം കുടികൊണ്ടിരുന്നു എന്ന്. ജാഫറിൻ്റെ ഭവനത്തിൽ നിന്നും ദീനരോധനം കേൾക്കുന്നില്ല എന്ന് കേട്ടതും അവർ ധരിച്ചത് തങ്ങളുടെ കുടുംബക്കാരുടെ ഷഹാദത്തിൽ വിലപിച്ചത് തെറ്റായിപ്പോയി. മറിച്ച് യഥാർത്ഥ ദുഃഖമെന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നേരിട്ടതാണ് എന്നായിരുന്നു. ഹദരത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, പ്രത്യക്ഷത്തിൽ ഇതൊരു ചെറിയ സംഭവമാണ്. എന്നാൽ വികാരപ്രകടനത്തിന് ഇതിൽ മികച്ച സംഭവങ്ങൾ ലഭിക്കുക വളരെ വിരളമാണ്. ഇക്കൂട്ടർ എപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുമ്പാകെ സേവനനിരതരായിരുന്നു. സദാസമയവും അനുനിമിഷവും അവരുടെ സേവനങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൺമുമ്പാകെ ഉണ്ടായിരുന്നു. ഒരു ഭൗതിക ബന്ധത്തിലും ഉപമകൾ കാണാത്ത സ്നേഹം അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉണ്ടായിരുന്നു. ഭൗതിക വീക്ഷണകോണിൽ നോക്കുമ്പോൾ, വൈകാരിക തലത്തിൽ ദൃഷ്ടി വായിക്കുമ്പോൾ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവരുടെ വികാരങ്ങളെ കൂടുതൽ മാനിക്കേണ്ടതുണ്ടായിരുന്നു. നമ്മോടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹം അതുമായി അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറവായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് നമ്മൾ ആ കാലഘട്ടത്തിന് ശേഷം വന്ന ജനസമൂഹമാണ്. നമ്മോടുള്ള പ്രവാചക സ്നേഹം വളരെ കുറവായിരുന്നു വേണ്ടിയിരുന്നത്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കൾ എപ്പോഴും റസൂലിനോട് സ്നേഹം പ്രകടിപ്പിക്കുന്നവരായിരുന്നു. എന്നാൽ ഹദരത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, നോക്കുക, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കുണ്ടായിരുന്നത് മനുഷ്യകുലത്തോട് പരിധിയില്ലാത്ത സ്നേഹമായിരുന്നു. ആയതിനാൽ നിങ്ങളുടെ ആത്മധൈര്യം ക്ഷയിക്കാതിരിക്കാൻ പ്രോത്സാഹനമേകാൻ അവിടുന്ന് ആഗ്രഹിച്ചു. അതായത് വർത്തമാന കാലത്തുള്ളവർ നിരുത്സാഹപ്പെടരുത് എന്ന് അവിടുന്ന് ആഗ്രഹിച്ചു. മാത്രവുമല്ല, നമുക്കും അവർക്കും ഇടയിലുള്ള സമൂഹത്തെയും ഇടക്കാല സമൂഹത്തെയും അധൈര്യപ്പെടുത്തരുതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചു. ആയതിനാൽ പിൽക്കാലത്തുള്ളവരെക്കുറിച്ച് ഒരു സദസ്സിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പരാമർശിച്ചു, എനിക്ക് ശേഷം വരുന്ന എൻ്റെ സഹോദരന്മാർ ഇന്ന ഗുണങ്ങളുള്ളവരായിരിക്കും. അത് കേട്ടപ്പോൾ സഹാബാക്കൾക്ക് അസൂയ തോന്നി. അവർ ചോദിച്ചു, അത് ശരി, അവർ സഹോദരന്മാരാണല്ലേ? എന്താ, ഞങ്ങൾ സഹോദരന്മാരല്ലേ? ഞങ്ങൾ താങ്കളുടെ സഹവാസമുള്ളവരല്ലേ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ എൻ്റെ സഹാബാക്കളാണ്, അനുചരന്മാരാണ്.
അവരെൻ്റെ സഹോദരന്മാരുമാണ്. നിങ്ങൾക്ക് കരഗതമായ ഈ സൗഭാഗ്യം കുറഞ്ഞു പോയെന്നോ? നിങ്ങൾ എന്നെ കാണുകയും എൻ്റെ സഹവാസത്തിൽ ദീനീ സേവനങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവരല്ലേ? നിങ്ങൾക്ക് മഹത്തായ സൗഭാഗ്യമാണ് കൈവന്നിട്ടുള്ളത്. പിന്നീട് വരുന്നവർക്ക് എൻ്റെ ദർശനയോഗം ഉണ്ടാകില്ല. അതുകൊണ്ട് അവരെക്കുറിച്ച് എന്തെങ്കിലും നല്ല വാക്കു പറയാൻ എന്നെ വിടുക. അവർക്ക് സംതൃപ്തി കൈവരുമാറ് എന്തെങ്കിലും വാക്കു പറയാൻ, അങ്ങനെ അവർക്ക് പ്രചോദനമുളവാക്കാൻ എന്നെ നിങ്ങൾ എന്തുകൊണ്ട് അനുവദിക്കുന്നില്ല? ഇത്തരത്തിൽ പിൽക്കാല മുസ്ലിങ്ങൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹനമേകുകയുണ്ടായി. അതുകൊണ്ട് നോക്കുക, നിങ്ങൾക്ക് എത്രമാത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധൈര്യം പകർന്നിരിക്കുന്നു. പറയുകയുണ്ടായി, എൻ്റെ സമുദായത്തിൻ്റെ ആദ്യ ഭാഗമോ അവസാന ഭാഗമോ ഏതാണ് മികച്ചതെന്ന് എനിക്കറിയില്ല. മൗത്ത യുദ്ധത്തിലെ ശുഹദാക്കളെക്കുറിച്ച് വേറെയും നിവേദനങ്ങളുണ്ട്. ബിദായ വ നിഹായ എന്ന ഗ്രന്ഥത്തിൽ അല്ലാമ ഇബ്നു കസീർ എഴുതുന്നു, ആ ശുഹദാക്കളുടെ എണ്ണം 12 ആയിരുന്നു. ചില നിവേദനങ്ങളിൽ ശുഹദാക്കളുടെ എണ്ണം അതിൽ കൂടുതലെന്നും വിവരിക്കപ്പെട്ടിട്ടുണ്ട്. എന്തായാലും അത് ഒരു വലിയ മോചിതത്വം തന്നെയാണ്, അത്ഭുത ദൃഷ്ടാന്തമാണ്. ഇരു സൈന്യങ്ങൾ തമ്മിൽ പോരടിക്കുന്നു. ഒന്ന് ദൈവമാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവരുടെ സൈന്യം. അവർ 3000 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ എതിർപക്ഷത്തുള്ള ശത്രു സൈന്യവും 2 ലക്ഷവും. അതിൽ 1 ലക്ഷം പേർ റോമക്കാരും 1 ലക്ഷം പേർ ക്രിസ്ത്യാനികളും. അവർ പരസ്പരം സംഘർഷത്തിലേർപ്പെടുന്നു. എന്നിട്ട് മുസ്ലിങ്ങളിൽ 12 പേരോ അതോ ഏതാനും ചിലരോ മാത്രമേ ഷഹീദാകുന്നുള്ളൂ. മുശ്രിക്കീങ്ങളുടെ വലിയൊരു ഭാഗം നരകത്തിൽ പ്രവേശിക്കുന്നു, മരണപ്പെടുന്നു. ഹദരത്ത് ഖാലിദ് റളിയല്ലാഹു അൻഹു മാത്രം ചെയ്ത കാര്യം നോക്കുക. പറയുന്നു, യുദ്ധവേളയിൽ 9 വാൾ എൻ്റെ കയ്യിൽ നിന്ന് തുടരെ മുറിഞ്ഞു വീണു. ഒരു യമനി വാൾ മാത്രം എൻ്റെ കയ്യിൽ അവശേഷിച്ചു. ആ വാളുകൾ കൊണ്ട് എത്ര മുശ്രിക്കീങ്ങളെ അദ്ദേഹം നരകത്തിലേക്ക് അയച്ചിട്ടുണ്ടാകും. മുസ്ലിങ്ങളുടെ മദീന മടക്കത്തെക്കുറിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് നൽകിയ വരവേൽപ്പിനെക്കുറിച്ചുമുള്ള വിവരണം ഇപ്രകാരമാണ്. മുസ്ലിങ്ങൾ മടക്കയാത്രയിൽ ഒരു സ്ഥലത്തെത്തി. അവിടെ ഒരു കോട്ടയുണ്ടായിരുന്നു. പോകുന്ന വഴി അവിടെയുള്ളവർ ഒരു മുസ്ലിമിനെ ഷഹീദാക്കിയിരുന്നു. മുസ്ലിങ്ങൾ അതിനെ വളഞ്ഞുപരോധിച്ചു കീഴടക്കുകയുണ്ടായി. ഹദരത്ത് ഖാലിദ് അവിടെയുള്ള പൗരപ്രമുഖരെ കൊന്നൊടുക്കി. മുസ്ലിങ്ങൾ മൗത്തയിൽ നിന്നും തിരിച്ചു വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളും അവരെ സ്വാഗതം ചെയ്തു. അവർ തിരിച്ചെത്തിയത് കണ്ട് ചിലർക്ക് വല്ലാത്ത അരിശമുണ്ടായി. ഇവരെന്തേ ഷഹീദായില്ല? ഇതെന്ത് വിജയമാണ്! ചിലർ സൈന്യത്തിനുമേൽ മണൽ വാരി എറിഞ്ഞ് ദേഷ്യം പ്രകടിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, അല്ലയോ പിന്തിരിഞ്ഞോടിയവരെ, നിങ്ങൾ ദൈവമാർഗത്തിൽ നിന്നും ഒളിച്ചോടിയിരിക്കുന്നു. അവരെ അങ്ങനെ പറഞ്ഞ് അധിക്ഷേപിക്കാൻ തുടങ്ങി. അത് കേട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇവർ ഒളിച്ചോടിയവരല്ല, മറിച്ച് ഖുറാറാണ്, അതായത് തിരിച്ച് ആഞ്ഞടിക്കുന്നവരാണ്. ഹദരത്ത് അബ്ദുല്ലാ ബിൻ ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, മുസ്ലിങ്ങൾ മൗത്തയിൽ നിന്നും തിരികെ വന്നപ്പോൾ ഞാനും അവരുടെ കൂടെ ഉണ്ടായിരുന്നു. മറ്റൊരു നിവേദനത്തിൽ വന്നിരിക്കുന്നു, ഞങ്ങൾ ഒളിച്ചോടിയതിൽ വളരെ ലജ്ജിതരായിരുന്നു. ഞങ്ങളുടെ ധാരണ ഞങ്ങൾ അവിടെ ഉപേക്ഷിച്ചു മടങ്ങി എന്നായിരുന്നു. വാസ്തവത്തിൽ ശത്രുക്കൾ അവിടെ നിന്നും സ്വയം പിന്മാറിയിരുന്നു. മുസ്ലിങ്ങൾ അവരെ പിന്തുടർന്നു പോകാതെ ഇരിക്കുക മാത്രമാണ് ചെയ്തത്. മറിച്ച് അവർ അവസരം മുതലെടുത്തുകൊണ്ട് നയതന്ത്രപരമായ നീക്കം നടത്തി. എന്നാൽ അതും അവർ സ്വയം ഒളിച്ചോട്ടമായി കണക്കാക്കി. അവർ പറയുന്നു, ഞങ്ങൾ ഓടി ഒളിച്ചതിൽ ലജ്ജിതരായിരുന്നു. അവരിൽ ഒരാൾ പറഞ്ഞു, ഞങ്ങൾ പരസ്പരം പറഞ്ഞു തുടങ്ങി, ഞങ്ങൾ മദീനയിലേക്ക് പോയാൽ ജനങ്ങളാൽ വധിക്കപ്പെടുന്നതാണ്. ഞങ്ങൾ രാത്രിയിൽ മദീനയിൽ പ്രവേശിച്ച് ഒളിച്ചിരുന്നു. ചിലർ ലജ്ജാഭാരത്താൽ മദീനയിൽ രാത്രി മാത്രം ചെന്ന് കയറുകയും അവിടെ ഒളിച്ചിരിക്കുകയും ചെയ്തു. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിൽ ഹാജരായി ക്ഷമാപണം നടത്താൻ പറ്റിയാൽ എത്ര നന്നായേനെ. ഞങ്ങളുടെ പശ്ചാത്താപം സ്വീകരിക്കപ്പെട്ടാൽ നല്ലത്, അല്ലെങ്കിൽ വീണ്ടും പുറപ്പെടുന്നതാണ്. അതായത് യുദ്ധസന്നാഹത്തോടെ തിരിച്ചു പോകുന്നതാണ്, അല്ലെങ്കിൽ അവിടെ വിട്ടു പോകുന്നതാണ്. ഞങ്ങൾ ഫജ്ർ നമസ്കാരത്തിന് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമക്ഷം ഹാജരായി. അവിടുന്ന് ആരാഞ്ഞു, ആരെവിടെ? ഞങ്ങൾ പറഞ്ഞു, ഒളിച്ചോടി വന്നവരാണ് ഞങ്ങൾ. അവർ ലജ്ജിതരായിരുന്നു. സ്വയം തന്നെ പേടിച്ചരണ്ടവർ, ഓടി ഒളിച്ചവർ എന്നവർ പറഞ്ഞു. അവിടുന്ന് പറഞ്ഞു, അല്ല, നിങ്ങൾ ശക്തമായി തിരിച്ചടിക്കുന്നവരാണ്. ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവനാണ്, അല്ലെങ്കിൽ ഞാൻ എല്ലാ മുസ്ലിങ്ങളുടെയും കൂട്ടത്തിൽപ്പെട്ടവനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ തിരുകരങ്ങൾ ചുംബിക്കുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വാത്സല്യ അതിരേകത്തോടെയാണ് പെരുമാറിയത്. ഇനിയുള്ളത് മറ്റൊരു സൈനിക നീക്കത്തെക്കുറിച്ചുള്ള വിവരണമാണ്. അതിൻ്റെ പേര് സരിയ അംർ ബിൻ ആസ് എന്നാണ്. ഈ സരിയ ഹിജ്റ വർഷം 8 ജമാദുൽ സാനിയിലാണ് അരങ്ങേറിയത്. ഈ സരിയ ഹിജ്റ വർഷം 7 നടന്നതെന്നും പറയപ്പെടുന്നു.
ഈ സരിയ മൗത്ത യുദ്ധാനന്തരമാണ് നടന്നതെന്ന കാര്യത്തിൽ ഇബ്നു ഇസ്ഹാഖ് അല്ലാത്ത എല്ലാവരും ഒറ്റക്കെട്ടാണ്. ഗസ്വ മൗത്ത ജമാദിൽ ഊല ഹിജ്റ വർഷം 8 നടന്നത്. ഈ യുദ്ധ പശ്ചാത്തലം ഇപ്രകാരമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ബനു ഖുസായയുടെ ഒരു സംഘം മദീനയുടെ പ്രാന്തപ്രദേശങ്ങളിലേക്ക് യുദ്ധനീക്കം നടത്താൻ വേണ്ടി ഒരുമിച്ച് കൂടുന്നു എന്ന് വാർത്ത ലഭിച്ചു. കാത്താനിയക്കാരുടെ ഒരു ഗോത്രമായിരുന്നു ബനു ഖുസാം ഗോത്രം. മദീനയിൽ നിന്ന് 10 ദിവസത്തെ യാത്രാ ദൂരത്തിൽ വാദിൽ ഖുറ കഴിഞ്ഞുള്ള പ്രദേശമായിരുന്നു അവരുടേത്. ഇതേക്കുറിച്ച് കൂടുതൽ വിവരണമുള്ളത് ഇപ്രകാരമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ തല കൊയ്യാനായി ഹസരത്ത് അംർ ബിൻ ആസിനെ അയച്ചു. മക്കയിലെ ഒരു മൂപ്പനായ ആസ് ബിൻ വായിലിൻ്റെ മകനായിരുന്നു അംർ ബിൻ ആസ്. അദ്ദേഹം ഹിജ്റ വർഷം 7 8 ആണ് ഇസ്ലാം മതം ആശ്ലേഷിച്ചത്. ഹസരത്ത് അംർ പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്കൊരു ദൂതയച്ചുകൊണ്ട് എന്നോട് യുദ്ധത്തിനായി യുദ്ധസന്നാഹം നടത്താൻ ആവശ്യപ്പെട്ടു. എന്നിട്ട് അരുളി, അല്ലയോ അംർ, താങ്കളെ ഒരു സൈന്യത്തിന് അമീറാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. അള്ളാഹു താങ്കൾക്ക് യുദ്ധമുതലും നൽകും, താങ്കളെ സംരക്ഷിക്കുകയും ചെയ്യുന്നതാണ്. ഹസരത്ത് അമർ പറഞ്ഞു, ധനം മോഹിച്ചല്ല ഞാൻ ഇസ്ലാം സ്വീകരിച്ചത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതിവചിച്ചു, ഒരു നല്ല വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഹലാലായ നല്ല നിലയിലുള്ള ധനമുണ്ടാകുന്നത് വളരെ നല്ല കാര്യമാണ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ലെങ്കിലും അള്ളാഹു സ്വയം നൽകുന്ന പക്ഷം അത് വളരെ നല്ല കാര്യമല്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹസരത്ത് അംറിൻ്റെ നേതൃത്വത്തിൽ മുഹാജിരിങ്ങളുടെയും അൻസാരിങ്ങളുടെയും 300 പേരടങ്ങുന്ന സൈന്യം തയ്യാറാക്കി. അതിൽ 30 കുതിരസവാരികളുണ്ടായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസരത്ത് അംറിന് വേണ്ടി ഒരു വെളുത്ത പതാക തയ്യാറാക്കി. അതോടൊപ്പം ഒരു കറുത്ത കൊടി നൽകി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹസരത്ത് അംറിനെ ഉപദേശിച്ചു, വഴിമധ്യ ബനു ബലിയ ഉസ്രി ബിൽഖീൻ ഗോത്രക്കാരിൽ ആരെയെങ്കിലും കണ്ടുമുട്ടിയാൽ അവരെ കൂടെ കൂട്ടാൻ ആവശ്യപ്പെട്ടു. ഹദരത്ത് അമ്രിന് സവിശേഷമായ യുദ്ധ നൈപുണ്യമുണ്ടായിരുന്നു. യുദ്ധതന്ത്രങ്ങളും വശമായിരുന്നു. അദ്ദേഹത്തിൻ്റെ യുദ്ധ നൈപുണ്യം കാരണത്താലായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ പടത്തലവനാക്കിയത്. ഹദരത്ത് അമ്രിനെ ആ യുദ്ധത്തിന് അയച്ച മറ്റൊരു കാരണം ഇപ്രകാരമാണ്. അദ്ദേഹത്തിൻ്റെ പിതാമഹി ഉപ്പായുടെ ഉമ്മ ബലി ഗോത്രക്കാരിയായിരുന്നു. ആയതിനാൽ ബനു ബലിയുമായി നല്ല സൗഹൃദ ബന്ധം സ്ഥാപിക്കാൻ അദ്ദേഹം ഒരു നിമിത്തമാകുമായിരുന്നു. ഇസ്ലാമിക സൈന്യം പുറപ്പെട്ടു. അവർ രാത്രി സഞ്ചാരം നടത്തിക്കുകയും പകൽ മറഞ്ഞിരിക്കുകയും ചെയ്യുമായിരുന്നു. അവർ അങ്ങനെ ജിസാം ഗോത്രത്തിലെ സലാസിൽ എന്ന നീരുറവയ്ക്കടുത്തെത്തി. ഈ നീരുറവ കാരണമായി ഈ യുദ്ധം സരിയ ദാത്തു സലാസിൽ എന്നും വിളിക്കപ്പെട്ടിരുന്നു. മദീനയിൽ നിന്ന് പോഷക സൈന്യത്തെ വരുത്തിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. നീരുറവയ്ക്ക് സമീപമെത്തിയപ്പോൾ ശത്രു സൈന്യം വളരെ വലുതാണെന്ന് മുസ്ലിങ്ങൾക്ക് അറിയാനിടയായി. ഹദരത്ത് അമ്ർ കൂടുതൽ സൈനിക സഹായത്തിനായി എൻഫോഴ്സ്മെൻറ്റിനായി റാഫി ബിൻ മിഖിയസിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പക്കലേക്ക് അയച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദരത്ത് അബൂ ഉബൈദ ബിൻ ജറാഹയ്ക്കായി പതാക തയ്യാറാക്കി. 200 പേരടങ്ങുന്ന മുഹാജിരിങ്ങളുടെയും അൻസാരികളുടെയും സൈന്യത്തെ പറഞ്ഞയച്ചു. ഹദരത്ത് അബൂ ബക്രും ഹദരത്ത് ഉമറും അതിലുണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദരത്ത് അബൂ ഉബൈദയെ യാത്രയാക്കുമ്പോൾ ഉപദേശിച്ചുകൊണ്ട് പറഞ്ഞു, അവിടെ എത്തിയാൽ ഹദരത്ത് അമറിനോട് അണിചേരണം, ഒറ്റ സൈന്യമായി പൊരുതണം, പരസ്പരം ഭിന്നിക്കാൻ ഇടവരരുത്, പരസ്പരം ഐക്യത്തോടെയും ഭിന്നിക്കാതെയും ഇരിക്കാനായിരുന്നു അങ്ങനെ ഉപദേശിച്ചത്. അതുപോലെ ഹദരത്ത് അമർ തന്നെ കമാൻഡറായി തുടരണമെന്നും ഉദ്ദേശിച്ചിരുന്നു. ഇതിൻ്റെ വിശദാംശങ്ങൾ ഇപ്രകാരം വന്നിരിക്കുന്നു. ഒരു സന്ദർഭത്തിൽ മുസ്ലിങ്ങൾ തീയിടാനായി വിറകുകൾ ശേഖരിച്ചു. തണുപ്പിൽ നിന്നും രക്ഷ നേടാൻ തീ കായുന്നതിനായിരുന്നു അവരങ്ങനെ ചെയ്തത്. എന്നാൽ ഹദരത്ത് അമർ അതിന് വിലക്കി. ഒരു നിവേദനത്തിൽ വന്നിരിക്കുന്നു, ഹദരത്ത് അമർ തീയിടുന്നത് വിലക്കിയപ്പോൾ ഹദരത്ത് ഉമറിന് ദേഷ്യം വന്നു. അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് മുന്നോട്ടേക്ക് പോകാൻ ശ്രമിച്ചു. എന്നാൽ ഹദരത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ യുദ്ധ നൈപുണ്യം കാരണമായാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ അമീറാക്കിയത്. ഹദരത്ത് അമർ തിരികെ വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഞാൻ തീയിടുന്നത് വിലക്കിയതിന് കാരണം ശത്രുക്കൾ ഞങ്ങളുടെ അംഗബലം കുറവാണ് എന്ന് കണ്ടാൽ പോഷക സൈന്യത്തെ വരുത്തി ഞങ്ങൾക്ക് മേൽ ആക്രമണം നടത്തി ജയിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അത് കേട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ പ്രശംസിച്ചു. എന്തായാലും മുസ്ലിങ്ങൾ അവിടെ നിന്ന് പുറപ്പെടുകയും ശത്രുപാളയത്തിലെത്തി അവരെ ചവിട്ടിമെതിക്കുകയും ചെയ്തു എന്ന് വിശദാംശങ്ങൾ വന്നിരിക്കുന്നു. എന്നിട്ട് അവർ വിജയഭേരി മുഴക്കി. ശത്രുക്കൾ സംഘടിക്കുമെന്ന് വാർത്ത ലഭിച്ച കേന്ദ്രത്തിൽ മുസ്ലിങ്ങൾ എത്തുമ്പോഴേക്കും ശത്രുക്കൾ മുസ്ലിങ്ങളുടെ നീക്കം മനസ്സിലാക്കി സ്ഥലം കാലിയാക്കിയിരുന്നു.
മുസ്ലിങ്ങൾ അവരെ പിന്തുടർന്നു. ശത്രുപക്ഷത്തെ ഒരു ചെറു സംഘവുമായി അവർ ഏറ്റുമുട്ടുകയും അമ്പയെ പരാജയപ്പെടുത്തുകയും ശേഷിച്ചവർ ജീവനും കൊണ്ടോടുകയും ചെയ്തു. മുസ്ലിങ്ങൾ അവിടെ അല്പനാളുകൾ തങ്ങി ശത്രു സൈന്യത്തെക്കുറിച്ച് കേൾക്കുന്നിടത്തേക്കെല്ലാം അവരെ നേരിടാനായി കുതിരപ്പട അയക്കുകയും അവരെ നേരിട്ട് ഒട്ടകങ്ങളും ആടുകളും കൈവശമാക്കി തിരികെ വരികയും ചെയ്യുമായിരുന്നു. മുസ്ലിങ്ങൾ മദീനയിലേക്കുള്ള മടക്കയാത്ര ആരംഭിച്ചു. ഹസരത്ത് അമർ ഓഫ് ബിൻ മാലിക് അസ്ജയിയെ മുൻകൂട്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് അയച്ചു. അവരുടെ സുരക്ഷിതമായ മടക്കത്തെയും യുദ്ധാവസ്ഥയും കുറിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിച്ചു. മറ്റൊരു സൈനിക നീക്കമാണ് സരിയ ഹസരത്ത് അബൂ ഉബൈദ ബിൻ ജറാഹ്. ഈ സരിയ ഹിജ്റ വർഷം 8 റജബ് മാസത്തിലാണ് അരങ്ങേറിയത്. ഹസരത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് തൻ്റെ ഗ്രന്ഥാവസാന ഭാഗത്തിൽ തദ്വിഷേകമായി രേഖപ്പെടുത്തിയ പ്രകാരം ഈ സരിയ ഹസരത്ത് അബൂ ഉബൈദ റജബ് ഹിജ്റ വർഷം 8 റജബ് മാസം അഥവാ ക്രിസ്തബ്ദം അനുസരിച്ച് 629 നവംബറിനാണ് നടന്നത്. ഈ സരിയയുടെ മറ്റു പേരുകൾ സരിയ സീഫുൽ ബഹർ, സരിയ ഖബത്ത് എന്നിവയും ആണ്. സീഫുൽ ബഹർ എന്നാൽ സമുദ്ര തീരം എന്നാണ് അർത്ഥം. ഈ സരിയയിൽ സഹാബ ചെങ്കടലിൻ്റെ റെഡ് സീയുടെ തീരത്തായിരുന്നു തമ്പടിച്ചിരുന്നത്. അതിനാൽ അത് സരിയ സീഫുൽ ബഹർ എന്ന് പറയപ്പെടുന്നു. ഇതിനെ സരിയ ഖബത്ത് എന്ന് വന്നതിൻ്റെ ഉദ്ദേശം ഇല ഭക്ഷിക്കുന്ന സൈന്യം എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ സരിയയിൽ സഹാബാക്കൾക്ക് വൃക്ഷത്തിൻ്റെ ഇലകൾ കഴിച്ച് വിശപ്പടക്കേണ്ടി വന്നു. അങ്ങനെ ഒരു നിർബന്ധിത സാഹചര്യം അവർക്കുണ്ടായിരുന്നു. ഈ സൈന്യത്തിൻ്റെ അമീർ ഹസരത്ത് അബൂ ഉബൈദ ബിൻ ജറാഹ് ആയിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ 300 മുഹാജിരീങ്ങൾക്കും അൻസാരിങ്ങൾക്കും മേൽ അധിപനാക്കി ബനു ജുഹൈനയുടെ ഒരു ശാഖാ ഗോത്രത്തിലേക്ക് അയച്ചു. ഈ സൈന്യത്തിൽ ഹസരത്ത് ഉമറും പങ്കെടുത്തിരുന്നു. ബനു ജുഹൈന കബലിയ എന്ന സ്ഥലത്തായിരുന്നു അധിവസിച്ചിരുന്നത്. കബലിയ മദീനയിൽ നിന്നും 5 രാത്രി യാത്രാ ദൂരം അകലെ സമുദ്ര തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ആ സരിയയുടെ ഉദ്ദേശമായി പറയപ്പെടുന്നത് ഇപ്രകാരമാണ്: മക്ക ഖുറൈശികളുടെ ഒരു സംഘം ധാന്യശേഖരവുമായി സമുദ്ര തീരത്തൂടെ ഷാമിൽ നിന്നും മക്കയിലേക്ക് യാത്ര തിരിക്കുകയായിരുന്നു. അതിന് ജുഹൈനയിലെ ഒരു ഗോത്രത്തിൻ്റെ ആക്രമണം ഭീതി ഉണ്ടായിരുന്നു. ഹുദൈബിയ സന്ധിയുടെ കാലമായിരുന്നു അത്. ജുഹൈന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഖ്യകക്ഷിയായിരുന്നു. ആയതിനാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീർഘവീക്ഷണത്തോടെ ഒരു സുരക്ഷാ സൈന്യത്തെ മുൻകരുതൽ എന്നോണം അവരുടെ അടുത്തേക്ക് അയക്കുകയുണ്ടായി. ഷാമിൽ നിന്ന് വരുന്ന ഖുറൈശി സാർത്ഥവാഹക സംഘവുമായി അവർ ഏറ്റുമുട്ടാതിരിക്കാൻ വേണ്ടിയായിരുന്നു അത്. അങ്ങനെ ഖുറൈശികൾക്ക് സമാധാന ലംഘത്തിൻ്റെയും ഉടമ്പടി ലംഘത്തിൻ്റെയും ഒഴികഴിവ് ലഭിക്കാതിരിക്കാനും ആക്ഷേപത്തിന് വക വരാതിരിക്കാനും വേണ്ടി ആ ഖുറൈശി സംഘത്തിൻ്റെ സംരക്ഷണത്തിനായിരുന്നു ആ നീക്കം. അപ്രകാരം അവിടെ അധിവസിക്കുന്ന ഗോത്രക്കാർ അവർക്കുമേൽ ആക്രമണം അഴിച്ചു വിടാതിരിക്കാൻ വേണ്ടിയായിരുന്നു, മുൻകരുതലായിരുന്നു. കാരണം ഹുദൈബിയ സന്ധി നടത്തി ഇരുന്നു. അവിടെ അവരുടെ സംരക്ഷണ ചുമതലയും മുസ്ലിങ്ങൾക്കുണ്ടായിരുന്ന പുതിയ ഉടമ്പടി പാലിക്കേണ്ടതും മുസ്ലിങ്ങളുടെ ബാധ്യതയായിരുന്നു. അക്കാരണത്താലാണ് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടേക്ക് സൈന്യത്തെ അയച്ചത്. 300 പേരുടെ സംഘമായിരുന്നു അത്. അവരെ സംരക്ഷിക്കാനും അങ്ങനെ അവർ, അതായത് ഖുറൈശ് സംഘം, അവിടെ നിന്ന് സുഖമായി കടന്നു പോകാനും വേണ്ടി. ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് ആ സഹാബികൾ ആരുമായും യുദ്ധം ചെയ്യാൻ നിന്നില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ 15-ൽ കൂടുതൽ ദിവസങ്ങൾ തങ്ങിയിട്ടും ആ കാലയളവിൽ ഒരു സംഘർഷവും ഉണ്ടായതായി രേഖപ്പെട്ടിട്ടില്ല. ഈ സരിയയുടെ പുറപ്പാടും യാത്രാ വിഭവവും ഭക്ഷണ സാധനങ്ങൾ അവസാനിച്ചതും സംബന്ധിച്ചുള്ള വിശദീകരണം ഇപ്രകാരമാണ്. ഹദരത്ത് ജാബിർ ഈ സരിയയെക്കുറിച്ച് വിവരിക്കുന്നു: റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ അയച്ചു. ഞങ്ങൾ 300 പേർ സവാരി ചെയ്തിരുന്നു. അമീർ ഹദരത്ത് അബൂ ഉബൈദ ബിൻ ജറാഹ് ആയിരുന്നു. ഞങ്ങൾ പുറപ്പെട്ട് അല്പദൂരം താണ്ടിയപ്പോഴേക്കും പലരുടെയും ഭക്ഷണ സാധനങ്ങൾ തീർന്നുപോയി. ഹദരത്ത് അബൂ ഉബൈദ ഉത്തരവിട്ടു: എല്ലാ ഭാണ്ഡക്കെട്ടുകളും ഒരുമിച്ച് കൂട്ടുക, നിങ്ങളുടെ പക്കൽ സ്റ്റോക്കുള്ള ഭക്ഷണമെല്ലാം കൊണ്ടുവരിക. അങ്ങനെ അവയെല്ലാം സ്വരുക്കൂട്ടിയപ്പോൾ ആകെ 2 ചാക്ക് ഈത്തപ്പഴങ്ങൾ അവിടെ ഉണ്ടായി. ഹദരത്ത് അബൂ ഉബൈദ ദിവസവും കുറച്ച് ഞങ്ങൾക്ക് ഭക്ഷിക്കാൻ തരുമായിരുന്നു. അങ്ങനെ അവയും തീർന്നു തുടങ്ങി. പിന്നെ ഞങ്ങൾക്ക് ഓരോരോ ഈത്തപ്പഴം വീതം കിട്ടാൻ തുടങ്ങി. നിവേദകൻ പറയുന്നു: ഞാൻ ഹദരത്ത് ജാബിറിനോട് ചോദിച്ചു, ഒരു ഈത്തപ്പഴം കൊണ്ട് നിങ്ങളുടെ വിശപ്പ് എങ്ങനെ അടങ്ങുമായിരുന്നു? അദ്ദേഹം പറഞ്ഞു, അതുമില്ലാതായപ്പോഴാണ് ആ ഒരു ഈത്തപ്പഴത്തിൻ്റെ കുറവ് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത്. ആ സമയത്ത് ഒന്നും തന്നെ കഴിക്കാനില്ലാതായപ്പോൾ ഒരു ഈത്തപ്പഴം പോലും വളരെ വിലപിടിപ്പുള്ള അമൂല്യനിധിയായി ഞങ്ങൾക്ക് തോന്നി. ഒരു നിവേദന പ്രകാരം ഹദരത്ത് ജാബിർ പറയുന്നു, ഞങ്ങൾ ദിവസം മുഴുവനും ആ ഒരു ഈത്തപ്പഴം നുണഞ്ഞുകൊണ്ടിരിക്കും, കുറച്ച് വെള്ളവും കുടിക്കും. രാത്രി വരെ ഞങ്ങൾക്ക് അത് മതിയായിരുന്നു. ഹദരത്ത് ജാബിർ നിവേദനം ചെയ്യുന്നു, ഞങ്ങൾ ഖുറൈശികളുടെ കച്ചവട സംഘത്തെ സംരക്ഷിക്കാനായി ഡ്യൂട്ടി
ഏർപ്പെട്ടു. സമുദ്രതീരത്ത് ഞങ്ങൾ അരമാസം കഴിച്ചു കൂട്ടി. അവിടെ ഞങ്ങൾക്ക് അസഹ്യമായ വിശപ്പ് അനുഭവപ്പെട്ടു. ഞങ്ങൾക്ക് ഇലകൾ കഴിക്കേണ്ടി വന്നു. അതുകൊണ്ട് ആ സൈന്യത്തിൻ്റെ പേര് ജയ്ഷുൽ ഖബത്ത് അഥവാ ഇലതീനി സൈന്യം എന്ന് വന്നു. പറയുന്നു, ഞങ്ങളുടെ ആ ഭക്ഷണക്രമം കാരണത്താൽ ഞങ്ങൾ നന്നേ ക്ഷീണിച്ചിരുന്നു. ഞങ്ങളുടെ വായിൻ്റെയും ചുണ്ടുകളുടെയും അറ്റങ്ങളൊക്കെ പൊട്ടി തുടങ്ങിയിരുന്നു. ഒരു വ്യക്തി പറഞ്ഞു, ആ അവസ്ഥയിൽ ഞങ്ങൾക്ക് ശത്രുക്കളെ നേരിടേണ്ടി വന്നിരുന്നെങ്കിൽ ആ ക്ഷീണാവസ്ഥ കാരണം ഞങ്ങൾക്ക് അനങ്ങാൻ പോലും സാധിക്കുമായിരുന്നില്ല, യുദ്ധം നടക്കുമായിരുന്നില്ല. ഭക്ഷണാവശ്യാർത്ഥം ഒട്ടകങ്ങളെ അർത്ഥത്തിനെക്കുറിച്ചും ഒരിടത്ത് നിവേദനം ലഭിക്കുന്നുണ്ട്. ഹദ്റത്ത് ജാബിർ നിവേദനം ചെയ്യുന്നു, ജനങ്ങൾക്ക് ഭക്ഷിക്കാനായി 3 ദിവസം 3 ഒട്ടകത്തെ അറുത്ത ഒരാൾ ആ സൈന്യത്തിൽ ഉണ്ടായിരുന്നു. തുടർന്ന് ഹദ്റത്ത് അബൂ ഉബൈദ അയാളെ തടഞ്ഞു. സീറത്ത് ഗ്രന്ഥങ്ങളിൽ നബിചരിത്രങ്ങളിൽ നിന്നും മനസ്സിലാകുന്നത് ആ വ്യക്തി ഹദ്റത്ത് ഖൈസ് ബിൻ സഅദ് ആയിരുന്നു എന്നാണ്. ഹദ്റത്ത് ഖൈസ് ബിൻ സഅദ് പറഞ്ഞു, ആരാണ് ഒരു ഒട്ടകത്തിന് പകരമായി എന്നിൽ നിന്നും ഇന്ന അളവോ ഈന്തപ്പഴം വാങ്ങാൻ തയ്യാറായിട്ടുള്ളത്? ഒട്ടകത്തെ ഞാൻ ഇവിടെ വെച്ച് തന്നെ അറക്കുന്നതും എന്നാൽ അതിൻ്റെ മൂല്യം ഞാൻ മദീനയിൽ ചെന്ന് നൽകുന്നതുമായിരിക്കും. അതായത് സഹാബാക്കളുടെ വിശപ്പ് കണ്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒട്ടകം വാങ്ങി ഇവിടെ വെച്ച് അറുത്ത് നിങ്ങൾക്കുള്ള ഭക്ഷണത്തിനുള്ള സംവിധാനം ഒരുക്കാം. ഹദരത്ത് ഉമർ അവിടെ സന്നിഹിതനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, വലിയ കാര്യമായി പോയി, സ്വന്തമായി കയ്യിൽ സ്വത്തൊന്നുമില്ലല്ലോ, എന്നിട്ട് മറ്റുള്ളവരുടെ സ്വത്തിനാണ് കണ്ണ് വെച്ചിരിക്കുന്നത്. വീട്ടിലെത്തിയിട്ട് ഇവൻ എവിടെ നിന്ന് എടുത്തു കൊടുക്കും? സ്വന്തമായി തോട്ടമൊന്നും ഇവനില്ലല്ലോ. ഹദരത്ത് ഖൈസ് ഒരു ജുഹൈനക്കാരനെ കണ്ടു. അദ്ദേഹം അയാളോട് തനിക്ക് അയാളുടെ ഒട്ടകത്തെ വിൽക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അവിടെ ഉണ്ടായിരുന്ന ഗോത്രക്കാരനോടാണ് അദ്ദേഹം ഒട്ടകത്തെ വാങ്ങിച്ചത്. എന്നിട്ട് ഒട്ടകം വാങ്ങിയിട്ട് അതിൻ്റെ നിശ്ചിത വില മദീനയിലെത്തി ഈത്തപ്പഴത്തിൻ്റെ രൂപത്തിൽ താൻ തരുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ആ ഗോത്രക്കാരൻ പറഞ്ഞു, താങ്കൾ ആരാണെന്ന് പോലും എനിക്കറിയില്ല. ഹദരത്ത് ഖൈസ് പറഞ്ഞു, ഞാൻ ഉബാദയുടെ മകൻ സാദിൻ്റെ മകൻ ഖൈസാണ്. അപ്പോൾ അയാൾ പറഞ്ഞു, താങ്കൾ തൻ്റെ വംശാവലി പറഞ്ഞിട്ട്, അതായത് കുടുംബ പരമ്പര അറിയിച്ചിട്ട് എനിക്ക് സ്വയം പരിചയപ്പെടുത്തി തന്നിരിക്കുന്നു. ഞാനും മദീന പ്രമാണി സാദും തമ്മിൽ, താങ്കളുടെ പിതാവും തമ്മിൽ നല്ല സൗഹൃദമാണുള്ളത്. ഞങ്ങൾക്കിടയിൽ നല്ല സുഹൃത്ത് ബന്ധമുണ്ട്. അയാളിൽ നിന്ന് ഹദരത്ത് ഖൈസ് 5 വസക്ക് ഈത്തപ്പഴത്തിന് പകരമായി 5 ഒട്ടകത്തെ വാങ്ങി. 5 വസക്ക് എന്ന് പറയുന്നത് ഏകദേശം 750 കിലോഗ്രാം ഈത്തപ്പഴ വിൽപ്പനാ മൂല്യമായി നിശ്ചയിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, സാക്ഷികൾ ആരാണ് നിൽക്കുക? ജാമ്യക്കാരും ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഏതാനും മുഹാജിര്യങ്ങളും അൻസാരികളും ആയ സഹാബാക്കൾ സാക്ഷി നിന്നു. ഹദരത്ത് ഉമർ സാക്ഷി നിൽക്കാൻ കൂട്ടാക്കിയില്ല. ഈ പറഞ്ഞ സ്വത്ത് അവൻ്റെതല്ല, അവൻ്റെ പിതാവിൻ്റെതാണ്. ഈത്തപ്പഴത്തെ പറ്റി സംസാരിക്കുന്നുണ്ട്. ഈത്തപ്പഴത്തോട്ടം ഇവൻ്റെ പിതാവിൻ്റെതാണ്, ഇവൻ എവിടുന്ന് എടുത്ത് തരാൻ? ഏതായാലും ഈ സൈന്യം മദീനയിലെത്തിയപ്പോൾ ഹദരത്ത് സാദ് ഹദരത്ത് ഖൈസിനോട് ചോദിച്ചു, സാബി വര്യന്മാർ വിശന്നിരിക്കുമ്പോൾ താങ്കൾ എന്താണ് ചെയ്തത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒട്ടകം മറക്കുകയുണ്ടായി. ഹദരത്ത് സാദ് ചോദിച്ചു, പിന്നെ എന്താണ് ചെയ്തത്? ഹദരത്ത് ഖൈസ് പറഞ്ഞു, പിന്നെയും ഞാൻ അത് തന്നെ ചെയ്തു. അപ്പോൾ പിന്നെയും ചോദിച്ചു, പിന്നെ എന്താണ് ചെയ്തത്? അപ്പോൾ ഹദരത്ത് ഖൈസ് പറഞ്ഞു, പിന്നെയും ഞാൻ ഒട്ടകം മറത്തു. ഹദരത്ത് സാദ് ചോദിച്ചു, പിന്നെ താങ്കൾ എന്താണ് ചെയ്തത്? ഹദരത്ത് ഖൈസ് പറഞ്ഞു, എന്നെ ഒരാൾ വിലക്കുകയുണ്ടായി. ഹദരത്ത് സാദ് ചോദിച്ചു, ആരാണ് താങ്കളെ വിലക്കിയത്? ഹദരത്ത് ഖൈസ് പറഞ്ഞു, ഹദരത്ത് അബൂ ഉബൈദ. എന്തിനാണ് വിലക്കിയെന്ന് ചോദിച്ചപ്പോൾ ഹദരത്ത് ഖൈസ് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു, എനിക്ക് സ്വന്തമായി ഒരു സ്വത്തുമില്ല, എൻ്റെ പിതാവിനാണ് സ്വത്തുള്ളത് എന്ന്. ഹദരത്ത് സാദ് പറഞ്ഞു, ഞാൻ നിനക്ക് 4 തോട്ടം നൽകുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിൽ പിതാവ് സന്തുഷ്ടി പ്രകടിപ്പിച്ചു സമ്മാനം നൽകി. പറഞ്ഞു, ഞാൻ താങ്കൾക്ക് 4 തോട്ടം ഇഷ്ടദാനമായി തരുന്നു. അതിലേറ്റവും കുറഞ്ഞ വിലയുള്ളതിൽ നിന്നും 50 വസക്ക് ഈത്തപ്പഴം ലഭിക്കുന്നതാണ്. വലിയ അളവാണത്, കിൻഡലുകൾ കണക്ക്, 100 കണക്കിന് കിലോ വരും. ഹദരത്ത് സാദ് ഒരു പ്രമാണം തയ്യാറാക്കി ഹദരത്ത് അബൂ ഉബൈദയെയും മറ്റും സാക്ഷി നിർത്തി ഒരു രേഖ തയ്യാറാക്കി. ആ ബനു ജുഹൈനക്കാരനും ഖൈസിൻ്റെ കൂടെ മദീനയിൽ വന്നിരുന്നു. ഹദരത്ത് സാദ് അയാൾക്ക് ഈത്തപ്പഴങ്ങളും നൽകി, അതുപോലെ സവാരി മൃഗവും നൽകി, നല്ല ഉടയാടകളും നൽകി. ഹദരത്ത് ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇക്കാര്യം അറിയാനിട വന്നപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദാനശീലം എന്നത് ഈ കുടുംബത്തിൻ്റെ ചോരയിലുള്ളതാണ്. ഹദരത്ത് സയ്യിദ് സൈനുൽ ആബിദീൻ വലിയുള്ള ഷാ സാഹിബ് ഈ സംഭവത്തെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് എഴുതുന്നു, സാബി വര്യന്മാർ വിശപ്പിൻ്റെ കാഠിന്യമുണ്ടായിട്ടും അങ്ങേയറ്റത്തെ സഹനം കൈക്കൊണ്ടതും ഒരു സംഘത്തോടോ അവിടെയുള്ള നാട്ടുകാരോടോ ഭക്ഷണത്തിന് അപേക്ഷിക്കാതിരുന്നതും സൂചിപ്പിക്കുന്നത് പ്രസ്തുത ഗസ്വയ്ക്ക് യുദ്ധവുമായി ബന്ധമില്ലായിരുന്നു എന്നും അവയുടെ പരിശുദ്ധ ഹൃദയങ്ങൾ
ഒരു തരത്തിലുള്ള അതിക്രമവും അനീതിയും അനുവദനീയമായി കണക്കാക്കിയിരുന്നില്ല എന്നുമാണ്. എന്തായാലും അള്ളാഹു അവരുടെ വിഷപ്പടക്കാനും അവിടെ സംവിധാനം ഒരുക്കി. അതിനെക്കുറിച്ച് ഇപ്രകാരം വന്നിരിക്കുന്നു. ഹദരത്ത് ജാബിർ ഈ സരിയയുടെ കൂടുതൽ വിശദാംശങ്ങൾ ഇപ്രകാരം വർണ്ണിക്കുന്നു. സമുദ്രം ഞങ്ങൾക്കായി ഒരു കുന്നുപോലുള്ള മത്സ്യം, അംബർ എന്നു പേരുള്ള മത്സ്യത്തെ തീരത്തേക്ക് പുറന്തള്ളി. അംബർ എന്നത് ഒരു വലിയ മത്സ്യമാണ്, തിമിംഗലം എന്ന് വേണമെങ്കിൽ പറയാം. അല്ലാമ അസ്ഹരി പറയുന്നു, അംബർ സമുദ്രത്തിലെ ഒരു വലിയ മത്സ്യമാണ്, അതിൻ്റെ നീളം 50 മുഴമാണ്. ഹസരത്ത് ജാബിർ പറയുന്നു, ഞങ്ങൾ അതിൻ്റെ മാംസം അരമാസത്തോളം ഭക്ഷിച്ചു. മറ്റ് നിവേദനങ്ങളിൽ 18 ദിവസങ്ങളോളം അല്ലെങ്കിൽ ഏകദേശം 1 മാസത്തോളം എന്നും വന്നിട്ടുണ്ട്. അവിടെ നിന്നിടത്തോളം തിരിച്ചു വരുന്നത് വരെയും കഴിച്ചുകൊണ്ടിരുന്നു. അതിൻ്റെ നെയ്യ് ദേഹത്ത് ഞങ്ങൾ പുരട്ടാറുണ്ടായിരുന്നു. അങ്ങനെ വിശപ്പിൻ്റെ കാഠിന്യത്താൽ തളർന്ന് വിവശമായ ഞങ്ങളുടെ ശരീരം വീണ്ടും നവോന്മേഷഭരിതമായി മാറി. ഹദരത്ത് ജാബിർ പറയുന്നു, ആ മത്സ്യത്തിൻ്റെ കണ്ണുകൾ വലിയ കുടങ്ങൾ പോലെയായിരുന്നു. അതിൽ നിന്ന് ഞങ്ങൾ ഒരുപാട് കുടം എണ്ണ പുറത്തെടുക്കുകയുണ്ടായി. അതിൻ്റെ ശരീരത്തിൽ നിന്ന് വലിയ വലിയ കഷ്ണങ്ങൾ വെട്ടിയെടുത്തു. അതിൻ്റെ കുറച്ച് മാംസം മാർക്കറ്റിൽ ചെന്ന് വിൽക്കുകയുമുണ്ടായി. അതിൻ്റെ കണ്ണിൽ ഇരുന്നതിനെക്കുറിച്ച് 2 തരം നിവേദനങ്ങളുണ്ട്. ഹദരത്ത് ജാബിർ റളിയല്ലാഹു പറയുന്നു, ഞങ്ങൾ ആകെ 6 പേർ മത്സ്യത്തിൻ്റെ ഒരു കണ്ണിൽ ഇരുന്നു. ഒരു നിവേദനത്തിൽ 30 പേർ ഇരുന്നെന്നും വന്നിട്ടുണ്ട്. ഹദരത്ത് അബു ഉബൈദ അതിൻ്റെ വാരിയലിൽ നിന്നും 1 or 2 ഊരിയെടുത്തു. അവയെ കുത്തനെ നിർത്തി. എന്നിട്ട് ഏറ്റവും പൊക്കമുള്ള വ്യക്തിയായ ഹദരത്ത് കേസിനെ ഏറ്റവും ഉയരമുള്ള ഒട്ടകത്തിലിരുത്തി. അവർ 2 പേരും അവയ്ക്കിടയിലൂടെ കടന്നുപോയപ്പോൾ ആ വാരിയലിനെ സ്പർശിക്കുക പോലും ഉണ്ടായില്ല. മദീനയിലേക്കുള്ള മടക്കത്തെക്കുറിച്ച് വന്നിരിക്കുന്നു. ഹദരത്ത് ജാബിർ പറയുന്നു, ഞങ്ങൾ മദീനയിലെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞങ്ങൾ ആ മത്സ്യത്തെക്കുറിച്ച് സൂചിപ്പിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു തന്ന റിസ്ക്, ആഹാരം നിങ്ങൾ ഭക്ഷിക്കുക. നിങ്ങളുടെ പക്കൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്കും തരുക. അവരിൽ ഒരാൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും ഒരു ഭാഗം നൽകി. അത് അവിടുന്ന് ഭക്ഷിക്കുകയുണ്ടായി. ഈ സംഭവം ഇവിടെ അവസാനിക്കുന്നു. ഇത് പെട്ടെന്ന് തീർക്കാനായിരുന്നു ഞാൻ ശ്രമിച്ചിരുന്നത്. പിന്നെ മറ്റു വിഷയങ്ങളിലേക്കും കടക്കേണ്ടതുണ്ടായിരുന്നു. എന്നാൽ കുറച്ച് ജനാസകളും അതുപോലെ ശ്രോതാക്കളുടെ വിവരണങ്ങളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഇപ്പോഴും കുറച്ച് ഭാഗമുണ്ട്. അവസാനം മക്ക വിജയത്തെക്കുറിച്ചും പരാമർശിക്കുന്നതായിരിക്കും. ഏതായാലും ഈ വിവരണം ഇനിയും തുടരുന്നതാണ്. ഇപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ ജുമയ്ക്കും ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്. പാകിസ്ഥാനും ഇന്ത്യക്കും ഇടയിലുള്ള യുദ്ധ സാഹചര്യത്തെക്കുറിച്ച് ഒരുപാട് ദുആ ചെയ്യേണ്ട ആവശ്യമുണ്ട്. പരസ്പരം ശാന്തി സമാധാനത്തിൻ്റെ അന്തരീക്ഷം സംജാതമാകുമാറാകട്ടെ. എന്തെന്നാൽ ഇക്കാലത്ത് യുദ്ധങ്ങളിൽ ഉപയുക്തമായിട്ടുള്ള ആയുധങ്ങൾ കാരണം സാധാരണ പൗരന്മാരും വധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുമുണ്ട്. ഇപ്പോൾ യുദ്ധത്തിന് പുതിയ രൂപമാണ് ഉടലെടുത്തിരിക്കുന്നത്. ആയതിനാൽ ദുആ ചെയ്യേണ്ടതുണ്ട്. ഇരു കൂട്ടരും രഞ്ജിപ്പിനു തയ്യാറാകുമാറാകട്ടെ, വൻ നാശത്തിൽ നിന്ന് രക്ഷപ്പെടുമാറാകട്ടെ. ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു സംഗതി കൂടി ഓർത്തിരിക്കേണ്ടതുണ്ട്. സമൂഹ മാധ്യമങ്ങൾ വഴിയും ഇൻ്റർനെറ്റിലെ മറ്റു മാർഗങ്ങളിലൂടെയും ഇലക്ട്രിക് മീഡിയയിലൂടെയുമുള്ള സന്ദേശ കൈമാറ്റങ്ങൾ നടക്കുന്നുണ്ട് വ്യാപകമായി. എല്ലാവരും വളരെ സ്വതന്ത്രമായി ചർച്ചകൾ നടത്തുന്നു, കമൻ്റ് ഇടുന്നു, തങ്ങളുടെ ഇഷ്ടപ്രകാരം തോന്നുന്നതൊക്കെ പറയുന്നു. അതുകൊണ്ട് ലാഭം കുറവും നഷ്ടം കൂടുതലുമാണുള്ളത്. ഞങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് സ്വന്തമായ നിലയ്ക്ക് വലിയ വലിയ വാദങ്ങൾ അവർ സമർപ്പിക്കുന്നു. അഹമ്മദികൾ ഇതിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടതുണ്ട്. കാരണം ഇങ്ങനെയുള്ള അഭിപ്രായ പ്രകടനങ്ങൾ കൊണ്ട് ഗുണത്തെക്കാളേറെ ദോഷമാണുള്ളത്. ഇനി ആർക്കെങ്കിലും സന്ദേശം നൽകണമെന്ന് ഉത്കടമായ ആഗ്രഹമുണ്ടെങ്കിൽ ശാന്തി സമാധാനത്തിൻ്റെ സന്ദേശം നൽകുക. ഹദരത്ത് മസീഹ് അലൈഹി ഇസ്ലാം തൻ്റെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിൽ രചിച്ച ഗ്രന്ഥമാണ് പേഗാമെ സുലഹ്, മൈത്രി സന്ദേശം എന്നത്. അതിലും അദ്ദേഹം ശാന്തിയുടെയും രഞ്ജിപ്പിൻ്റെയും സന്ദേശമാണ് നൽകിയത്. ആയതിനാൽ അത് ഓരോ അഹമ്മദിയും ഓർക്കേണ്ടതാണ്. അതിനായാണ് ശ്രമിക്കേണ്ടത്. അള്ളാഹു എല്ലാ നിരപരാധികളുടെയും ജീവനെ തൊട്ട് കാത്തു രക്ഷിക്കുമാറാട്ടെ. ചില വൻ ശക്തികളും ഇതിനെ പെരുപ്പിച്ച് കാണിക്കാൻ ശ്രമിക്കുന്നതായാണ് തോന്നുന്നത്. ഇരു ശക്തികളും സംഘർഷത്തിലാകാനും അവർ ദുർബലരായി അവരുടെ വൻ ശക്തികളുടെ ആയുധ കച്ചവടം കൊഴുപ്പിക്കാനുമാണ് അവർ ആഗ്രഹിക്കുന്നത്. അള്ളാഹു അവരുടെ ഉപദ്രവത്തിൽ നിന്നും രക്ഷിക്കട്ടെ.
അതുപോലെ ഫലസ്തീനിലെ സാധാരണക്കാർക്ക് വേണ്ടിയും ദുആ ചെയ്യുക. അള്ളാഹു അവർക്കും കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കട്ടെ, അവർക്കും സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കട്ടെ. എന്നാൽ ബാഹ്യദൃഷ്ട്യ സമാധാനത്തിലുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. അവരെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ബഹിഷ്കരിക്കാനാണ് ശ്രമങ്ങൾ കൊണ്ടുപിടിച്ച് നടക്കുന്നത്. അതിനായി എല്ലാ ശക്തികളും അണിചേരുന്നുമുണ്ട്. മുസ്ലിം രാഷ്ട്രങ്ങൾക്ക് അള്ളാഹു ബുദ്ധി നൽകുമാറാട്ടെ, അവർക്കും ഐക്യമുണ്ടാകട്ടെ. അവർക്കിടയിൽ ഐക്യമുണ്ടായാൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതാണ്. ആഗോള യുദ്ധമുണ്ടായാൽ ചിലർ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് അവരുടെ രാജ്യങ്ങൾ, തങ്ങളുടെ രാജ്യങ്ങൾ രക്ഷപ്പെടുമെന്നാണ്. അത് യഥാർത്ഥത്തിൽ എല്ലാറ്റിനെയും ബാധിക്കുന്നതാണ്, സർവ്വവ്യാപിയായിരിക്കും. അതുകൊണ്ട് ഈ തെറ്റിദ്ധാരണയിൽ നിന്നും എല്ലാവരും രക്ഷപ്പെടേണ്ടതുണ്ട്. അള്ളാഹു എല്ലാവരെയും സംരക്ഷിക്കുമാറാട്ടെ. എന്തായാലും ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഇതിൻ്റെ ഏകമാത്രമായ പരിഹാരം ദൈവത്തിലേക്ക് കുനിയുക എന്നതാണ്. ഈ ഒരു മാർഗമേ ഇവർക്ക് രക്ഷ പ്രാപിക്കാനായുള്ളൂ. ഇതിനു പുറമെ മറ്റൊരു മാർഗവും ഇനിയില്ല. അള്ളാഹു ഏവർക്കും അതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.